നമസ്കാരം. ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളിവിടെ ചർച്ച ചെയ്യാൻ പോകുന്നത് പാലക്കാട് നിയോജക മണ്ഡലത്തിലെ ഇലക്ഷൻ പ്രചരണവും അതുപോലെ തന്നെ ഇലക്ഷന്റെ കാര്യങ്ങളെ കുറിച്ചാണ് സംസാരിക്കാൻ പോകുന്നത്. അപ്പോൾ ഇതിനെക്കുറിച്ച് സംസാരിക്കാൻ ചർച്ച ചെയ്യാൻ എൻ്റെ ഒരു സുഹൃത്തും കൂടി ഉണ്ട്. അപ്പോൾ അദ്ദേഹത്തെ സ്വാഗതം ചെയ്യാം. വിഷ്ണു എന്നാണ് പേര്. നമസ്കാരം. നമസ്കാരം. അപ്പോൾ ആദ്യം തന്നെ ഒരു ചോദ്യം ചോദിക്കാം. ഇപ്രാവശ്യത്തെ ഇലക്ഷൻ ആര് ജയിക്കും? ഇപ്രാവശ്യത്തെ ഇലക്ഷൻ ആര് ജയിക്കും? അതെ, അതാണ് പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. ചൂട് കൂടിയ ഒരു ചർച്ചയാണ്. നമുക്കത് ഞാൻ നോക്കുമ്പോ ആദ്യം ഞാൻ വിചാരിച്ചത് നമ്മുടെ UDFന്റെ സിറ്റിംഗ് സീറ്റാണ്. അപ്പൊ UDF സിമ്പിൾ ആയിട്ട് ജയിക്കും. നമ്മുടെ രമേശ് പിഷാരടി ആ ഒരു സ്റ്റേച്ചറിലുള്ള ഒരു കാൻഡിഡേറ്റ് വരുന്ന സമയത്ത് സിമ്പിൾ ആയിട്ട് UDF ആയിരിക്കും ജയിക്കുക എന്ന് വിചാരിച്ചു. പിന്നെയാണ് നമ്മളിങ്ങനെ ഓരോ അനാലിസിസ് ഒക്കെ കാണുന്ന സമയത്ത് നമുക്ക് ഒരു തറപ്പിച്ചങ്ങട് പറയാൻ സാധിക്കുന്നില്ല. അതാണ് അതിന്റെ ഒരു ചുരുക്കം. അതായത് UDF എന്ന് പറയുന്നത് നമ്മുടെ ഒരു സിറ്റിംഗ് സീറ്റാണ്. 2011 മുതൽ 2026 വരെയും പാലക്കാട് MLA ആയിട്ടുള്ള UDF സ്ഥാനാർത്ഥിയാണ്. 2011 നമ്മുടെ ഷാഫിക്ക, പിന്നെ അതുപോലെ തന്നെ 2016 ഷാഫിക്കയാണ്, 2021 ഷാഫിക്കയാണ്. പിന്നെ അതിനുശേഷം ബൈ ഇലക്ഷനില് നമ്മുടെ രാഹുൽ മാങ്കൂട്ടം വന്നിരുന്നു. അതായത് ഏകദേശം ഒരു പതിറ്റാണ്ടോളം UDF ആണ് എന്ത് ചെയ്തിട്ടുള്ളത്, പാലക്കാട് MLA സ്ഥാനം. 1.5 പതിറ്റാണ്ടോളം ആയിരിക്കണം. അപ്പൊ ഈ പറഞ്ഞതുപോലെ രമേശ് പിഷാരണി വന്ന സമയത്തും നമ്മളും കരുതിയത് മൂപ്പര് ജയിക്കാൻ സാധ്യതയുണ്ട്. അദ്ദേഹത്തിന് ആളുകൾ എന്ത് ചെയ്യുന്നുണ്ട്, ഇപ്പോ സ്വീകരിച്ചു തുടങ്ങുന്നുണ്ട്. അദ്ദേഹത്തിന് ആൾക്കാരെ അംഗീകരിച്ചു തുടങ്ങിയിട്ടുണ്ട്. ഒരുപാട് ചോദ്യങ്ങളുണ്ട്, അതിലേക്കൊക്കെ നമുക്ക് വരാം. പക്ഷെങ്കിലും ആദ്യഘട്ടത്തിൽ നമ്മൾ വിചാരിച്ചിരുന്നത് അദ്ദേഹം ജയിക്കാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ്. പിന്നീട് അതിന് എന്തുകൊണ്ടാണ് നമ്മൾ ഒരു മാറ്റി ചിന്തിക്കാനുള്ള ഒരു പ്രധാന കാരണം? അതെ, അവിടെയാണ് നമുക്ക് കുറെ കാര്യങ്ങൾ പറയാനുള്ളത്. അതെ അതെ. ഇപ്പോ 2011 നമ്മളുടെ ഷാഫി പറമ്പിൽ ഭരണത്തിൽ വരുന്ന സമയത്ത്, MLA ആവുന്ന സമയത്ത് പ്രധാനമായിട്ടുള്ള ഒപ്പോണന്റ് എന്ന് പറയുന്നത് നമ്മുടെ KK ദിവാകരനായിരുന്നു. സഖാവ് KK ദിവാകരൻ അദ്ദേഹമായിരുന്നു. അദ്ദേഹത്തെ തോൽപ്പിച്ചുകൊണ്ടായിരുന്നു വന്നിരുന്നത്. അപ്പൊ ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത്, അതായത് പാലക്കാടിലെ ഒരു UDF എന്നുള്ളൊരു ഭരണം പിടിക്കുന്ന സമയത്ത് ഒരു ഷാഫിക്കയുടെ പ്ലസ് പോയിന്റ് എന്ന് പറയുന്നത് ഒരു യൂത്ത്. അതെ അതെ അതെ. നമ്മുടെ കോളേജ് ക്യാമ്പസുകളിലൊക്കെ ആളുടെ ഒരു ഇന്റർവ്യൂസും കാര്യങ്ങളൊക്കെ അതെ ഹൈലൈറ്റ് ആയിരുന്നു. അതെ അതെ അതെ. അപ്പൊ നമുക്കൊരു ചെസ് ബോർഡ് കൂടി ഉണ്ട്, ഒരു കളി ആയിക്കോട്ടെ പാസ്സാക്കാന്ന് വിചാരിച്ചല്ലേ. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്, എടുക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട്. ഇനി BJPക്ക് ഒരു വോട്ട് പെർസെന്റേജ് സെക്കൻഡ് പ്ലേസിലാണ് BJP നിലവിൽ. അഡീഷൻ ടു ദാറ്റ് ഒരു പ്രീവിയസ് കാൻഡിഡേറ്റ്, അത് നേരത്തെ നമ്മൾ എത്ര ശതമാനത്തിൽ നിന്നാണ് BJPക്ക് ഒരു പറയാൻ തേർഡ് പ്ലേസിൽ നിന്ന് സെക്കൻഡ് പ്ലേസിലേക്ക് കൊണ്ടുവന്ന ഒരു സ്ഥാനാർത്ഥി കൂടിയാണ് ശോഭ ചേച്ചി. അതെ അതെ അതെ. അങ്ങനെയുള്ള ഒരു കാൻഡിഡേറ്റ് വരുമ്പോ ഒരു സ്ട്രോങ് കാൻഡിഡേറ്റ് തന്നെയാണ് പറയേണ്ടത്. അതെ 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 അതെ. പിന്നെ പോരാത്തതിന് രാഷ്ട്രീയത്തിൽ എക്സ്പീരിയൻസ് ഉള്ള ഒരു കാൻഡിഡേറ്റ് എന്ന് പറയുന്നത് നമുക്ക് രമേശ് പിഷാരടിയുടെ ഒരു കേസിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ പുള്ളി ഒരു കോൺഗ്രസ്സുകാരനാണ്. പുള്ളിയുടെ അഭിപ്രായങ്ങള് ഇന്റർനെറ്റിലൂടെയും വേറെ ഓരോ വേദികളിലും ഒക്കെ പുള്ളി എക്സ്പ്രസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ഒരു ക്ലാരിറ്റിയോടെ കാര്യങ്ങൾ അവതരിപ്പിക്കുന്ന ഒരു മനുഷ്യനാണ് രമേശ് പിഷാരടി. അപ്പോ ആ ഒരു ക്ലാരിറ്റി വേഴ്സസ് ഒരു രാഷ്ട്രീയത്തിലുള്ള എക്സ്പീരിയൻസ് എന്നുള്ളതാണ് പാലക്കാടില് മെയിനായിട്ട്. പക്ഷെ അങ്ങനെ വരുന്ന സമയത്ത് നമുക്ക് LDFനെ ഫുള്ളായിട്ട് എഴുതി തള്ളാൻ പറ്റുമോ എന്ന് ചോദിച്ചാല് അതോടെയാണ് അടുത്ത ട്വിസ്റ്റ്. എന്താന്ന് വെച്ചാല് ഞാൻ കഴിഞ്ഞ ദിവസം ഒരു റീലിൽ കണ്ടിട്ടുണ്ടായിരുന്നു. LDFന്റെ ഒരു ഹൈലൈറ്റ് ആണ് നമുക്ക്, അതായത് പ്രത്യേകിച്ച് ഒരു എക്സ്പീരിയൻസ് ഒന്നും ഇല്ലാത്ത ഒരാളെ വളർത്തിക്കൊണ്ടുവരിക, അതായത് ആ ലോക്കൽ റെപ്രസെന്റേറ്റീവിനെ എടുത്ത് അവസരം കൊടുത്ത് അവരെ വിജയിപ്പിച്ച് കൊണ്ടുവരുന്ന പാർട്ടിയാണ് LDF എന്ന് പറയുന്നത്. അപ്പം അങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ പാലക്കാട് NMR ബിരിയാണി കഴിക്കാത്തവര് ആരും ഉണ്ടാവില്ല പറയാം. അപ്പൊ അങ്ങനെ ഒരു കാൻഡിഡേറ്റിനെയാണ് കൊണ്ടുവന്നിരിക്കുന്നത്. ലോക്കലിൽ അത്യാവശ്യം നമ്മൾ എപ്പോ നമ്മുടെ ഹോട്ടലിൽ പോയി കഴിഞ്ഞാലും പുള്ളി അവിടെ ചിരിച്ചിട്ട് നിൽക്കുന്നുണ്ടാവും. അങ്ങനെ ഒരു വ്യക്തിയാണ് നമ്മുടെ റസാഖ് എന്ന് പറയുന്നത്. അപ്പൊ ആ ഒരു കാൻഡിഡേറ്റിന്റെ മുഖം കാണുമ്പോൾ നമ്മൾക്ക് ഒരു ചാൻസ് കൊടുത്തൂടെ എന്ന് പലരും ചിന്തിച്ചു പോകും.
അപ്പൊ അതുപോലെ തന്നെ അതിൽ പറയുന്ന സമയത്ത് എനിക്ക് പേഴ്സണലി തോന്നിയത് എന്താ വെച്ചെന്ന് പറഞ്ഞാൽ, ഇപ്പോ LDF പോലുള്ള ഒരു പ്രധാനപ്പെട്ട പാർട്ടി മാത്രമല്ല, നമ്മുടെ ഇപ്പോ ഭരണത്തിലുള്ള പാർട്ടി മാത്രമല്ല, ഇപ്പോ UDFന്റെ ഈ റീസെന്റ് ആയിട്ട് നമ്മുടെ പാലക്കാടുമായി ബന്ധപ്പെട്ടുണ്ടായിട്ടുള്ള നമ്മുടെ രാഹുൽ മാങ്കൂട്ടവും തമ്മിലുണ്ടായിരുന്ന പ്രശ്നങ്ങള് ഏറ്റവും കൂടുതൽ പ്രതിരോധിച്ചത്, ക്ഷമിക്കണം, ഏറ്റവും കൂടുതൽ എതിർത്തിരുന്നത് നമ്മുടെ LDF അവരായിരുന്നു, സർക്കാരിനെ ഏറ്റവും കൂടുതൽ എതിർത്തിരുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഒരു സ്ഥലത്ത് എന്തുകൊണ്ടാണ് ഒരു പാർട്ടിയുടെ ചിഹ്നത്തിലല്ലാതെ, അതും ഒരു രാഷ്ട്രീയത്തില് സജീവമായി പ്രവർത്തിക്കാത്ത ഒരു വ്യക്തിയെ കൊണ്ടുവന്നത് എന്ന് ഞാനാണ് പലപ്പോഴും ചിന്തിച്ചു പോകാറുണ്ട്. അതായത് അദ്ദേഹത്തിന് പ്ലസും, നിങ്ങൾ പറഞ്ഞ പോലെ എല്ലാ ആളുകളിലും അറിയുന്ന ഒരു വ്യക്തിയാണ്. അപ്പോ അദ്ദേഹത്തിന് പാലക്കാട്ടുകാർക്ക് അറിയുന്ന വ്യക്തിയാണ്. അതൊരു പ്ലസ് പോയിന്റ് ഉണ്ടെങ്കിലും ഇങ്ങനെ ഒരു നെഗറ്റീവ്, അല്ലെങ്കിൽ നെഗറ്റീവ് എന്ന് പറയാൻ പറ്റില്ല, ഇങ്ങനെ ഒരു കാര്യം കൂടി എന്താണ് അതിൽ നമ്മൾ ചിന്തിക്കേണ്ടതായിട്ട് വരുന്നുണ്ട്. ഞാൻ എൻ്റെ ഒരു തോട്ടിൽ എനിക്ക് അങ്ങനെ ഒന്ന് തോന്നിപ്പോയി. കാരണം ഈ പറഞ്ഞ പോലെ നമ്മുടെ LDF എന്ന് പറയുന്ന ഒരു പാർട്ടിയിൽ എന്തുകൊണ്ടാണ് നമ്മുടെ LDFയുടെ ചിഹ്നത്തിൽ മത്സരിക്കാൻ ഒരു സ്ഥാനാർത്ഥി ഇല്ലേ? സ്വാഭാവികമായിട്ട് തോന്നുന്ന ഒരു കാര്യം വേറെ സ്ട്രോങ് ആയിട്ടുള്ള കാൻഡിഡേറ്റ്സ് LDFന്റെ DYFIയുടെ വർക്കേഴ്സ് ഉണ്ട്. അതെ, നല്ല പൊസിഷനിൽ ഇരിക്കുന്ന എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരുണ്ട്. ചാൻസിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. അപ്പൊ അവർക്ക് എന്തുകൊണ്ട് കൊടുത്തില്ല എന്നുള്ളത് ഒരു ചോദ്യമാണ്. അത് നമുക്ക് നമ്മള് വിചാരിച്ചാൽ ഉത്തരം പറയാൻ പറ്റുന്ന ചോദ്യമല്ല. അത് പാർട്ടിയുടെ തീരുമാനമാകുന്ന സമയത്ത്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ മുമ്പ് ബൈ ഇലക്ഷനിലും നമ്മുടെ സരിൻ അദ്ദേഹം മത്സരിക്കുന്ന സമയത്തും അദ്ദേഹം ഒരു സ്വതന്ത്രനായിട്ടാണ് മത്സരിച്ചത്. അപ്പോ ഇപ്പോ ഒരു റീസെന്റ് ആയിട്ട് ഒരു ചർച്ച നടക്കുന്നത് എന്താ വെച്ചെന്ന് പറഞ്ഞാൽ, ഒരു ഡീല്, അതായത് BJPയും LDF ഡീല് എന്നുള്ളൊരു BJPയും അതെ, LDFും BJPയും തമ്മിലൊരു ഡീല് ഉണ്ടോ എന്നൊരു CJP അങ്ങനെ ഒരു ഡീൽ ഉണ്ടോ എന്നുള്ളൊരു ചർച്ച ഇപ്പോ സജീവമായിട്ട് നടക്കുന്നുണ്ട്. കാരണം ഇവിടെ BJP വിജയിക്കാൻ വേണ്ടിയിട്ട് LDFനെ സാധാരണ ഒരു സ്ഥാനാർത്ഥിയെ നിർത്തി എന്നുള്ളൊരു അക്യൂസേഷനും ഇവിടെ ഇപ്പോ നടക്കുന്നുണ്ട്. അതിന്റെ സത്യാവസ്ഥ എന്താ നമുക്കറിയില്ല. അത് പരക്കെ പറയുന്നൊരു കാര്യമാണ്. അപ്പൊ അങ്ങനെ ഒരു കാര്യം കൂടി അവിടെ നിലനിൽക്കുന്നുണ്ട്. അപ്പോ ആക്ച്വലി നമുക്ക് പറയണമെന്നുണ്ടെങ്കിൽ പിഷാരനേട്ടനാണെങ്കിലും ശോഭ ചേച്ചിയാണെങ്കിലും NMR ആണെങ്കിലും അവർക്ക് 3 പേരുടെയും പ്രവർത്തനങ്ങൾ എങ്ങനെയാണോ അതിനനുസരിച്ചിട്ടായിരിക്കും അവരുടെ വിജയ സാധ്യത എന്നാണ് ഞാൻ കരുതുന്നത്. ചർച്ച ചെയ്യാം. അപ്പോ നമുക്ക് എല്ലാവർക്കും അറിയുന്നത് പോലെ അദ്ദേഹം ഒരു കൊമേഡിയനാണ്, ഒരു സ്റ്റേജ് ആർട്ടിസ്റ്റ് ആണ്, പിന്നെ അദ്ദേഹം ഒരു ആക്ടറാണ്, പിന്നെ അതിനുശേഷം അദ്ദേഹം സിനിമകൾ സംവിധാനം ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയാണ്. ഒരു കലാകാരനായിട്ട് അദ്ദേഹത്തെ എല്ലാ ആളുകളും അറിയുന്നൊരു വ്യക്തിയും കൂടിയാണ്. പക്ഷെ അദ്ദേഹം എങ്ങനെയായിരിക്കും ഒരു സാമൂഹ്യ പ്രവർത്തകനായി അദ്ദേഹത്തിന്റെ പ്രവൃത്തി എങ്ങനെയായിരിക്കും, അല്ലെങ്കിൽ അദ്ദേഹം ഇതിന്റെ മുൻപ് അദ്ദേഹത്തിന് രാഷ്ട്രീയപരമായിട്ടുള്ള കാഴ്ചപ്പാട്, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയം എന്താണോ, ഇതൊന്നും പാലക്കാട്ടുകാർക്ക് ഈ രമേശ് പിഷാരനേട്ടൻ ഇവിടെ വരുന്നത് വരയ്ക്കും ഒരു ഐഡിയ ഉണ്ടായിട്ടില്ല. അപ്പോ അങ്ങനെ ഒരു പ്രശ്നം വരുന്ന സമയത്ത് ഇത് അദ്ദേഹത്തിന് വോട്ട് കുറയാനോ എന്തെങ്കിലും സാധ്യത കാണുന്നുണ്ടോ? അപ്പൊ നമുക്കൊരു ചതുരംഗ കളിയിലേക്ക് തുടങ്ങാം. ഇതും ഇലക്ഷൻ ഒരു ചതുരംഗ കളിയാണല്ലോ. അതെ 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 അതെ. അപ്പോ ഞാൻ നോക്കിയ സമയത്ത് 2011 ഷാഫിക്ക വരുന്ന സമയത്ത് അവരുടെ ഒരു പ്രധാന പ്രചരണം എന്ന് പറയുന്നത് തന്നെ യുവതലമുറയ്ക്കുള്ളൊരു അവസരം എന്നുള്ള രീതിക്കാണ് അവര് വന്നിരുന്നത്. അപ്പൊ അത് നന്നായി ഹിറ്റായി. ഷാഫിക്ക ഏകദേശം 42.4% വോട്ട് പെർസെന്റേജ് 42% പിടിച്ചുകൊണ്ടാണ് വിജയിച്ചത്. ആ സമയത്ത് നമ്മുടെ KK ദിവാകരൻ ചേട്ടന് 35.8% വോട്ട് പെർസെന്റേജ്, 42. ഓക്കെ, അതൊരു വാസ്റ്റ് മെജോറിറ്റിയിലാണ് നമ്മുടെ ഷാഫിക്ക വന്നിരുന്നത്. പിന്നീട് അതിനുശേഷം 2016 41.8%, അതായത് 1% ഒരു ചെറിയൊരു കുറവ് വന്നിരുന്നു. പക്ഷെ ആ സമയത്ത് നമുക്ക് പ്രധാനമായിട്ടും വന്നിട്ടുള്ള എതിരാളി എന്ന് പറയുന്നത് നമ്മുടെ BJP സ്ഥാനാർത്ഥിയുള്ള ശോഭ ചേച്ചി. അതെ അതെ അതെ. അപ്പൊ ശോഭ ഏകദേശം 29%-ഓളം 2022 സ്ഥാനത്തേക്ക് വന്നിട്ടുണ്ടായിരുന്നു. സെക്കൻഡ് പ്ലേസിലേക്ക്. ഓക്കെ, സെക്കൻഡ് പ്ലേസിലേക്ക് BJP വന്നിരുന്നു. അപ്പോ ഇപ്പോൾ എന്താണ് നമ്മുടെ മെയിൻ ഒപ്പോണന്റ് എന്ന് പറയുന്നത് നമ്മുടെ പിഷാരനി ചേട്ടനും അതുപോലെ തന്നെ നമ്മുടെ NMR അതുപോലെ തന്നെ ശോഭ ചേച്ചിയും, ഇവരെല്ലാവരും കൂടെ ചേരുന്ന സമയത്ത് ഒരു
കൃത്യമായിട്ടൊരു ത്രികോണ മത്സരം ആവാനുള്ളൊരു സാധ്യതയുണ്ട്. ഇപ്പോ ശോഭ ചേച്ചിന്റെ കേസ് എടുത്താൽ തന്നെ ഇവിടെ 2016 ചേച്ചി മത്സരിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നേമത്തെ ചേച്ചി മത്സരിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ആറ്റിങ്ങലില് ചേച്ചി മത്സരിച്ചിട്ടുണ്ട്. നേമത്തല്ല, കഴക്കൂട്ടം. അപ്പൊ ആ സ്ഥലങ്ങളിലൊക്കെ ചേച്ചി മത്സരിച്ചിരുന്നുണ്ടെങ്കിലും വോട്ട് പെർസെന്റേജ് എന്ത് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്, വളരെ വർദ്ധിപ്പിച്ച് കൊണ്ടുപോകാനായിട്ട്. അതായത് പുള്ളിക്കാരി മത്സരിച്ച ഓരോ മണ്ഡലത്തിലും അവിടെ ഉണ്ടായിരുന്ന പ്രീവിയസ് ഷെയറിനെക്കാളും ഹയർ വോട്ട് ഷെയർ ആണ് പിടിച്ചിട്ടുണ്ട്. അപ്പൊ ഒരു നല്ലൊരു കോണ്ടസ്റ്റ് തന്നെയായിരിക്കും ഇവിടെയും നടക്കാനുള്ള ഒരു സാധ്യത. കാരണം ഈ പറഞ്ഞതുപോലെ വോട്ട് പെർസെന്റേജിന്റെ കേസ് എടുക്കണമെന്നുണ്ടെങ്കിൽ ശോഭ ചേച്ചിക്ക് അത്യാവശ്യം എന്ത് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്, ഒരു വോട്ട്. രമേശ് ചേട്ടന്റെ വിജയ സാധ്യത അതാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. രമേശ് ചേട്ടന്റെ വിജയ സാധ്യത എന്ന് പറയുമ്പോൾ UDF സത്യം പറഞ്ഞ ഒരു ഹൈ സ്റ്റേക്ക് ഗാമ്പിൾ ആണ് ഇപ്രാവശ്യം UDFന്റെ ഒരു മൂവ്. രണ്ട് ബാക്ക് സ്റ്റോറീസ് നമ്മൾ നോക്കണം. ഈ ബൈ ഇലക്ഷൻ വന്നപ്പോ UDF വ്യക്തമായ ഒരു പ്ലാനിലാണ് ഷാഫി പറമ്പിലിനെ ഇവിടുന്ന് കൊണ്ടുപോയത് പുതിയൊരാളിനെ പ്ലേസ് ചെയ്തത്. അപ്പൊ ഒരു ലോങ് ടേം പ്ലാൻ ആയിരുന്നു അത്. അത് ചെറിയൊരു രീതിയിൽ ചെറുതായിട്ടൊന്ന് പാളി തന്നെ പറയാം സംഭവിച്ചു അല്ലെ, അതിന്റെ നമ്മൾ കണ്ടതാണ്. അപ്പൊ പെട്ടെന്ന് ഒരാള് കാൻഡിഡേറ്റിനെ കൊണ്ടുവരാന്ന് പറയുന്നത് അവരുടെ ഒരു ബാക്കിയുള്ള മണ്ഡലങ്ങളിലെ ഇക്വേഷൻസിനെ ബാധിക്കും. അപ്പൊ ആ ഒരു സിനാരിയോയില് പുതിയൊരു ആളെ കൊണ്ടുവരും വേണം. അത്യാവശ്യം ഒരു എല്ലാവർക്കും ഒരു ഫേസ് വാല്യൂ ഉള്ള ഒരാളെ കൊണ്ടുവരണം. അങ്ങനെ ഒരു റിക്വയർമെന്റിലാണ്. പിന്നെ പിഷാരടി പണ്ടേ ഒരു കോൺഗ്രസ്സുകാരനാണെന്നുള്ള ഒരു നയം വ്യക്തമാക്കിയ ഒരു വ്യക്തി കൂടിയാണ്. അപ്പൊ ആ ഒരു സിനാരിയോയില് ഒരു ഗാമ്പിൾ ആണ് UDFനെ സംബന്ധിച്ചിടത്തോളം ഇപ്രാവശ്യത്തെ ഇലക്ഷൻ ഒരു പരീക്ഷണം എന്നാണ്. അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് ഇനിയിപ്പോ ശോഭ ചേച്ചിയിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ശോഭ ചേച്ചി സജീവമായി രാഷ്ട്രീയ പ്രവർത്തിക്കുകയാണ്, കാലങ്ങളോളം രാഷ്ട്രീയത്തിലുള്ളതാണ്, നമ്മുടെ BJPയുടെ ഒരു മുതിർന്ന നേതാവാണ്. അപ്പൊ 3 മണ്ഡലങ്ങളിൽ മത്സരിച്ചിട്ടുണ്ട്. പരാജയപ്പെട്ടിട്ടുണ്ടെങ്കിലും അവിടെ ഒരു മാറ്റം കൊണ്ടുവരാൻ അല്ലെങ്കിൽ അവിടെ ആളുകളെ സ്വാധീനിക്കാനായിട്ട് ശോഭ ചേച്ചിക്ക് സാധിച്ചിട്ടുണ്ട്. അതെ, തീർച്ചയായിട്ടും അതെ. അപ്പൊ ഇവിടെ ഇപ്രാവശ്യം ശോഭ ചേച്ചിക്ക് വിജയ സാധ്യത നമുക്ക് ഒരിക്കലും തള്ളി പറയാനായിട്ട് സാധിക്കില്ല. കാരണം എങ്ങനെ പോയാലും ശോഭ ചേച്ചി കഴിഞ്ഞ പ്രാവശ്യം എടുത്ത ഒരു 30% എബോവ് ഇപ്രാവശ്യം പിടിക്കുകയാണെന്നുണ്ടെങ്കിൽ ശോഭ ചേച്ചി എന്ത് ചെയ്യാൻ പാലക്കാട് MLA ആവാൻ സാധ്യത വളരെ കൂടുതലാണ്. അപ്പൊ അത് എങ്ങനെയാണ് വിഷ്ണുട്ടൻ നോക്കി കാണുന്നത്? ഞാൻ നോക്കുന്ന സമയത്ത് ഇതിപ്പോ എന്റെ മുഖം കൂടിയാണല്ലോ അല്ലെ. ഓക്കെ, BJPയെ സംബന്ധിച്ചിടത്തോളം ഒരു നൗ ഓർ നെവർ അല്ലെങ്കിൽ ഡു ഓർ ഡൈ എന്നുള്ള ആ ഒരു സിനാരിയോയിലാണ് BJP നിൽക്കുന്നത്. കാര്യം മുമ്പ് ശോഭ ചേച്ചിയെ മത്സരിപ്പിച്ചു, അന്ന് സെക്കൻഡ് പ്ലേസിലെത്തി, അതൊരു അച്ചീവ്മെന്റ് തന്നെയാണ്. ഈ ശ്രീധരനെ കൊണ്ടുവന്ന സമയത്ത് ഒരു നെക്ക് ആൻഡ് നെക്ക് ആയിട്ടുള്ള ഒരു ഫൈറ്റ് ആയിരുന്നു. അന്ന് പലരും, അതായത് BJP എന്നുള്ള ഒരു പാർട്ടിക്ക് വോട്ട് ചെയ്യാൻ മടിയുള്ള പല ആൾക്കാരും ഉണ്ടായിരുന്നു. അപ്പൊ അവര് ഈ ശ്രീധരൻ എന്നുള്ള ഒരു കാൻഡിഡേറ്റിന്റെ വ്യക്തിയുടെ ഒരു മികവിന്റെ ഒരു അടിസ്ഥാനത്തിൽ വോട്ട് ചെയ്ത കുറെ ആൾക്കാരുണ്ട്. അത് പറയുമ്പോഴാണ് വിഷ്ണുടെ ഞാനൊന്ന് ഓർക്കുന്നത്, ആ സമയത്ത് 2021 സമയത്ത് ഷാഫി പറമ്പിലും ഈ ശ്രീധരൻ ഏട്ടൻ മത്സരിക്കുന്ന സമയത്ത് 42 അല്ലെങ്കിൽ 43% വോട്ട് ഉണ്ടായിരുന്ന ഷാഫി പറമ്പിലിക്കാക്ക് 38.1% താഴുകയും 5 കുറയുകയും അതുപോലെ തന്നെ 28 അല്ലെങ്കിൽ 30 എന്നുള്ള ഒരു വോട്ട് പെർസെന്റേജിൽ നിന്ന് 5% വോട്ട് കൂടുകയും ചെയ്തു. അതായത് UDF നിന്ന് ഒരു വിഹിതം എങ്ങോട്ട് പോയി, BJPയിലേക്ക് നല്ലൊരു ശതമാനം BJPയിലേക്ക് പോയി. UDFൽ നിന്ന് BJP എന്ന് പറയുന്നതിനേക്കാളും ഈ ഒരു ന്യൂട്രൽ ആയിട്ട് നിൽക്കുന്ന കുറച്ച് ആൾക്കാരുണ്ട്. എന്നെ സംബന്ധിച്ചിടത്തോളം നല്ലൊരു ശതമാനം ആൾക്കാരും ഏത് ഇലക്ഷൻ ആണെങ്കിലും ഇന്ന ചിഹ്നത്തിനെ വോട്ട് ചെയ്യുള്ളൂ എന്ന് പറഞ്ഞിട്ട് നിൽക്കുന്ന ആൾക്കാരാണ്. അപ്പൊ അങ്ങനെയുള്ള ആൾക്കാരുടെ വോട്ട് ഏത് കാൻഡിഡേറ്റ് വന്നാലും നമുക്ക് സ്വാധീനിക്കാൻ പറ്റില്ല. അതേസമയം ന്യൂട്രൽ ആയിട്ട് നിൽക്കുന്ന ആൾക്കാർ നോക്കിയപ്പോ യൂത്ത് ആണെങ്കിൽ ചാൻസ് കൊടുക്കുന്ന നല്ലൊരു കാൻഡിഡേറ്റ് വേറെ ഏതെങ്കിലും ഒരു ക്രൈറ്റീരിയ വെച്ചിട്ട് ഒരു കാൻഡിഡേറ്റ് നടന്ന് അവർക്ക് വോട്ട് കൊടുക്കുന്ന അങ്ങനെയുള്ള ആൾക്കാരുണ്ട്. ഒരു ഉദാഹരണം പറയുകയാണെന്നുണ്ടെങ്കിൽ MLA ഇലക്ഷന് ഷാഫി പറമ്പിലിന്, MP ഇലക്ഷന് MP രാജേഷിന് വോട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ട്. അത് യൂത്ത് എന്നുള്ള ഒരു ക്രൈറ്റീരിയ വെച്ചിട്ട് കൺസിഡർ ചെയ്തിട്ട്. പിന്നെ മാത്രമല്ല അവർ രണ്ടാളും നന്നായിട്ട് മികവ് തെളിയിച്ച ആൾക്കാരാണ്. അപ്പൊ അങ്ങനെ ആ ഒരു ആൾക്കാരുണ്ടല്ലോ, അവരെ സ്വാധീനിച്ചു എന്നുള്ളതാണ്. ഈ ശ്രീധരൻ എന്നുള്ള ഒരു കാൻഡിഡേറ്റ് അവരെ സ്വാധീനിച്ച് 5% വോട്ട് കൂടുതൽ കൊണ്ടുവന്നു എന്നുള്ളതാണ്
ഈ ശ്രീധരൻ എന്നുള്ള ഒരു കാൻഡിഡേറ്റ് അച്ചീവ്മെന്റ്. അച്ചീവ്മെന്റ് അതെ അതെ. ഇപ്രാവശ്യത്തെ സംഭവ ഇക്വേഷൻ എങ്ങനെയാണ് മാറാൻ പോകുന്നത് തന്നെ അറിയാം. നമുക്കൊരു പ്രഡിക്ഷൻ തീരെ പറയാൻ സാധിക്കില്ല. പിന്നെ ഇതില് വേറൊരു കാര്യം, നമ്മളെ ശോഭ ചേച്ചി ഒരു കാറ്റലിസ്റ്റ് ആയിരുന്നു എന്ന് പറഞ്ഞ പോലെ തന്നെ NMR-ന്റെ റസാഖ ഒരു കാറ്റലിസ്റ്റ് ആവാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട്. കാര്യം പുള്ളിക്ക് എന്തായാലും CPM-ന്റെ റെഗുലർ വോട്ട് എന്തായാലും പുള്ളിക്ക് കിട്ടും. അത് കൂടാതെ പാലക്കാട്ടുകാരന്റെ വോട്ട് കുറച്ച് ഇഷ്ടപ്പെട്ട ആളെന്നുള്ള നിലയ്ക്ക് കുറച്ച് വോട്ടുകൾ കിട്ടും. മൂന്നാമത്തെ എലമെന്റ് എന്ന് പറയുന്നത് ഈ റിലീജിയൻ നോക്കി വോട്ട് ചെയ്യുന്ന കുറച്ച് ആൾക്കാരുണ്ട്. അതായത് എന്ത് വന്നാലും നമ്മളുടെ റിലീജിയനിൽ പെട്ട ആൾക്കാർക്ക് വോട്ട് ചെയ്യുന്ന അങ്ങനെ ഒരു ചെറിയൊരു പതിവ് പാലക്കാടിനെ സംബന്ധിച്ചിടത്തോളം പാലക്കാടിന്റെ വോട്ട് അത് എല്ലാ സൈഡും ഒരു പർട്ടിക്കുലർ റിലീജിയൻ എന്ന് പറയാൻ പറ്റില്ല, എല്ലാ സൈഡും അങ്ങനെ ഒരു പ്രവണതയുണ്ട്. അങ്ങനെ കുറച്ച് വോട്ടുകൾ പോവാനുള്ള ചാൻസ് ഉണ്ട്. അതും എവിടുന്ന് എങ്ങോട്ടേക്ക് പോകുന്നു, എവിടുന്ന് എങ്ങോട്ടേക്ക് മറിയുന്നു എന്നുള്ളതൊക്കെ ഒരു ഇക്വേഷൻ ഉണ്ടല്ലോ. അതിലാണ് ഇപ്രാവശ്യം പാലക്കാടിന്റെ റിസൾട്ട് എന്നാണ് എന്നെ സംബന്ധിച്ചിടത്തോളം. ഇപ്പോ നമ്മുടെ റസാഖ് ഖാന്റെ കേസാണെന്നുണ്ടെങ്കിൽ പാലക്കാട് ഈ ടൗൺ പ്രദേശത്ത് പ്രധാനമായിട്ടും മത്സരം ഉണ്ടാവണമെന്ന് BJPക്കും കോൺഗ്രസ് ആയിരിക്കും. പിന്നെ ടൗണ് വിട്ടതിന് ശേഷം നമ്മുടെ പഞ്ചായത്ത് ആ ഒരു സ്ഥലത്തേക്ക് പോകുന്ന സമയത്ത് നമുക്ക് LDF-ന്റെ ഏകദേശം അത്യാവശ്യം ഒരു എന്താ പറയുക സ്ട്രോങ് ആയിട്ടുള്ള ഒരു പ്ലേസും കൂടിയാണ്. പക്ഷേ ആ ഒരു സ്ഥലത്ത് നിന്നാണ് പല പ്രാവശ്യങ്ങളിലും UDF ജയിച്ചു വന്നിട്ടുള്ളത്. കാരണം നമ്മുടെ കോട്ടായം അതുപോലെ തന്നെ മാത്തൂര് ഈ സ്ഥലങ്ങളിൽ എത്തുന്ന സമയത്താണ് നമ്മുടെ UDF പല സമയങ്ങളിലും അവസാന നിമിഷം ജയിച്ചു വന്നിട്ടുണ്ട്. അപ്പൊ ഈ സ്ഥലങ്ങളിലുള്ള മുസ്ലിം വോട്ടുകൾ കൂടുതലും ഇപ്പോ നമ്മുടെ NMR റസാഖാക്ക് പോകാനുള്ളൊരു സാധ്യത ഉണ്ട് എന്നും കൂടി നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട് അറിയാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പൊ അദ്ദേഹം ഒരു മുസ്ലിം ആയതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് മുസ്ലിം വോട്ട് ഈ പ്രദേശങ്ങളിൽ നിന്ന് കിട്ടാനായിട്ട് എന്ത് ചെയ്യുന്നുണ്ട് സാധ്യതയുണ്ട്. അപ്പോ വോട്ടുകൾ പലതും അങ്ങോട്ടും ഇങ്ങോട്ടും എന്ത് ചെയ്യാനുണ്ട് പോവാനായിട്ട് സാധ്യത കാണുന്നുണ്ട്. കുറച്ച് കൂടുതലാണ്. അതെ അതെ. ഞാൻ ജെമിനിയോട് ചോദിച്ചതാ. അപ്പൊ ഇലക്ഷന്റെ ഒരു അനാലിസിസ് ചോദിച്ച സമയത്ത് ഇത് സൈലന്റ് ഫാക്ടേഴ്സ് എന്ന് പറഞ്ഞിട്ട് രണ്ട് കാര്യങ്ങളാണ് പറയുന്നത്. ഒന്ന് ദ കമ്മ്യൂണൽ അണ്ടർ കറന്റ്. പാലക്കാട് ഹാസ് ആൾവേസ് ഹാഡ് എ ഡെലിക്കേറ്റ് ബാലൻസ്. ഇത് പാലക്കാടിനെ സംബന്ധിച്ചിടത്തോളം ഈ കമ്മ്യൂണിറ്റി ബേസ്ഡ് വോട്ടുകളുടെ ഒരു കളി ഉണ്ട് എന്നുള്ളത് ജെമിനി വരെ അനലൈസ് പറയുന്നുണ്ട്. ഒരു കമ്മ്യൂണിറ്റി തിരിഞ്ഞ് സെക്കൻഡ് കേസ് പറയുന്നത് പാലക്കാടിന്റെ വികസനം. അവിടെയാണ് നമുക്ക് UDF-നെ സംബന്ധിച്ചിടത്തോളം ഒരു സ്ട്രോങ് ഹോൾഡ്. കാരണം പാലക്കാടിനെ സംബന്ധിച്ചിടത്തോളം രണ്ട് കാര്യങ്ങൾ, മെഡിക്കൽ കോളേജ് അതുപോലെ തന്നെ KSRTC ബസ് സ്റ്റാൻഡ്, ഈ രണ്ട് കാര്യങ്ങൾ, പിന്നെ IIT, ഇതൊക്കെ വന്നിട്ടുള്ളത് നമ്മുടെ UDF-ന്റെ സിറ്റിംഗ് സീറ്റ് ആയിരിക്കുന്ന സമയത്താണ് ഈ വക കാര്യങ്ങൾ വന്നിരുന്നത്. ഇത് UDF-ന് ഒരു സ്ട്രോങ് പോയിന്റ് ആണ് പറയാൻ പറ്റും. അതായത് ഭരണ പാർട്ടി അല്ലാത്ത സമയത്തും UDF MLA അവര് കുറെ വികസനം കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുണ്ട്. വീഡിയോ കണ്ടതാണ്. ഷാഫിക്ക ഒരു മീറ്റിംഗില് ഒരു കണ്ണീരോടുകൂടി സംസാരിക്കുന്ന ആ ഒരു വീഡിയോ ഒക്കെ നമ്മൾ കണ്ടതാണ്. അപ്പൊ ആ ഒരു അച്ചീവ്മെന്റ് എന്തായാലും ഉണ്ടാവും. അപ്പൊ ഇപ്രാവശ്യം നമുക്ക് എങ്ങനെ പോയാലും ഒരു ത്രികോണ മത്സരം പ്രതീക്ഷിക്കാനായിട്ട് സാധിക്കും. ത്രികോണ മത്സരം തന്നെയാണ്. അതിനകത്ത് ഇപ്പൊ ഒഫീഷ്യലി തന്നെ പല ചർച്ചകളിലും നമ്മൾ കാണുന്നത് ഫസ്റ്റ് ആര് എടുക്കും, സെക്കൻഡ് പ്ലേസ് BJPക്ക് കിട്ടുമോ, അല്ലെങ്കിൽ സെക്കൻഡും തേർഡും തമ്മിൽ ഒരു മത്സരം, അങ്ങനെയൊക്കെയാണ്. രണ്ട് തട്ടുകളിലായിട്ടാണ് ഈ മത്സരം പറയുന്നത്. ഫസ്റ്റ് BJP ആണോ UDF ആണോ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ. ഇനി സെക്കൻഡ് ആരെങ്കിലും ആവുകയാണെങ്കിൽ തന്നെ LDF സെക്കൻഡ് എത്തുമോ എന്നുള്ളതൊക്കെയാണ് ചോദ്യങ്ങൾ. അപ്പൊ അതിനകത്ത് പിന്നെ അതുപോലെ ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യമുണ്ട്. ഇപ്പോ പാലക്കാട് പ്രചരണം തുടങ്ങിയതിന് ശേഷം ഞാൻ പ്രധാനമായിട്ടും നമ്മുടെ രമേശ് ചേട്ടനെ ഒരുപാട് സ്ഥലങ്ങളിൽ എന്ത് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്, കാണാനായിട്ട് സാധിച്ചിട്ടുണ്ട്. പക്ഷെ മറ്റ് രണ്ട് സ്ഥാനാർത്ഥികളെ എനിക്ക് അങ്ങനെ അധികം, അത് എന്റെ കാണാത്തത് കൊണ്ടാണോ എന്നറിയില്ല, പക്ഷെങ്കിലും പൊതുവെ മനസ്സിലാക്കിയത് രമേശ് ചേട്ടൻ പല ഭാഗത്തും ഇപ്പൊ കൃത്യമായിട്ട് എത്തുന്നുണ്ട്. പല സ്ഥലങ്ങളിലും പല ഗ്യാതറിങ്സിലൊക്കെ അദ്ദേഹം എന്ത് ചെയ്യുന്നുണ്ട്, കൃത്യമായിട്ട് എത്തുന്നുണ്ട്. ഇപ്പൊ ശോഭ ചേച്ചി അതുപോലെ തന്നെ നമ്മുടെ റസാഖ് എത്തുന്നില്ല എന്നല്ല, പക്ഷെ പാലക്കാട് ടൗണുകളുടെ അകത്ത് പല സ്ഥലങ്ങളിലും ഞാൻ തന്നെ പേഴ്സണലി ഒരുപാട് വട്ടം ഞാൻ കണ്ടിട്ടുണ്ട്. നമ്മളിപ്പോ പാലക്കാട് ടൗണിൽ തന്നെയാണ് താമസിക്കുന്നത്. പല പ്രാവശ്യമായിട്ടും ഒരു ദിവസം തന്നെ 4-5 വട്ടം ടൗണിൽ പോയി വരുന്നതാണ്. അതെ. അപ്പൊ കളിക്കാൻ പോകുന്ന സമയത്തൊക്കെ അദ്ദേഹത്തെ കൂടുതലും കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോ ഇവരുടെ പ്രചരണം ഏത് രീതിയിലാണ് എന്നുള്ളതും കൂടി നമുക്ക് എന്ത് ചെയ്യാനുണ്ട്, വിലയിരുത്താനായിട്ടുണ്ട്. പക്ഷെ വേറൊരു കേസ് ഉണ്ട്. നമ്മുടെ റസാഖ് ഖാന്റെ ഒരു കേസ് പറഞ്ഞ സമയത്ത് അദ്ദേഹത്തിന്
ഈ ഹോട്ടൽ ശൃംഖലയിൽ ഒരുപാട് ആളുകൾ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇപ്പോ റസാഖ് നമുക്കറിയാം NMR ഹോട്ടൽ ഉടമയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ പല ഹോട്ടൽ ഉടമകളും എന്ത് ചെയ്യുന്നുണ്ട്, ഇവരെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പല ഹോട്ടലുകൾ അടച്ചിട്ടിട്ട് റസാഖാന്റെ കൂടെ പ്രചരണത്തിന് ഇറങ്ങുന്നതായിട്ടുള്ള വിവരം വരെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. പല ഹോട്ടലുകളും അത് ഗ്യാസ് കിട്ടാനല്ല, അതുകൊണ്ട് അവര് ഇതിന്റെ കൂടെ അങ്ങോട്ട് പ്രചരണത്തിന് ഇറങ്ങിയിരിക്കില്ല. സോഷ്യൽ കിച്ചണിൽ പോയ സമയത്ത് പകുതി മെനു ഐറ്റംസ് അവിടെ ഇല്ല. ഇന്ന് പോയപ്പോ അത്യാവശ്യം മാനേജ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു 2-3 ദിവസം മുന്നേ പോയ സമയത്ത് അവർ പറഞ്ഞു മെനു ഐറ്റംസ് കുറവേ നല്ലൊരു കേസ് പറഞ്ഞത്. അപ്പൊ ഇന്ന് ഞാൻ പോയ സമയത്ത് അത്യാവശ്യം എല്ലാ മെനു ഐറ്റംസും ബാക്ക് ടു നോർമൽ എന്നുള്ളൊരു രീതിയിലേക്ക് വരികയുണ്ടായി. ഇപ്പൊ ആരുടെ മുഖമാണ്? അപ്പൊ ഇനിയിപ്പോ ഞാൻ നോക്കിയ സമയത്ത് നമ്മുടെ ശോഭ ചേച്ചി ഏകദേശം 2016 നമ്മളുടെ പാലക്കാട് മത്സരിച്ചിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് 28-29% വോട്ട് പെർസെന്റേജ് പിടിച്ച് 2ാം സ്ഥാനത്ത് എത്തിയിട്ടുണ്ടായിരുന്നു. പിന്നെ 2019 ലോക്സഭ ഇലക്ഷനിൽ ആറ്റിങ്ങലിൽ ചേച്ചി മത്സരിച്ചിരുന്നു. അപ്പോഴും 24-25% വോട്ട് പെർസെന്റേജ് പിടിച്ച് പരാജയപ്പെട്ടു. 2021 കേരള അസംബ്ലിയിൽ മത്സരിച്ചിരുന്നു നമ്മുടെ കഴക്കൂട്ടത്ത്. ആ സമയത്ത് 34-35% വോട്ടിലോട് പരാജയപ്പെട്ടു. അപ്പോ ജനങ്ങൾക്ക് അതൊരു നെഗറ്റീവ് ഷെയ്ഡായി തോന്നില്ല. കാരണം 3 വട്ടം മത്സരിച്ച് 3 വട്ടവും പരാജയപ്പെട്ടത് എന്തുകൊണ്ടാണ്? അവിടെ എന്തോ ഒരു ഫാക്ടർ ഉണ്ട്. ജനങ്ങൾ എപ്പോഴും ഒരു ചെറിയൊരു പെർസെന്റേജ് ഇപ്പോ ഒരു വോട്ടിനാണെങ്കിലും ഒരു വോട്ടിന് പരാജയപ്പെട്ടാൽ പരാജയമാണല്ലോ. അപ്പോ എവിടെയോ ഒരു ചെറിയൊരു പെർസെന്റേജ് ഫാക്ടർ അല്ലെങ്കിൽ പെർസെന്റേജ് ജനങ്ങള് ഇപ്പോഴും ശോഭ ചേച്ചിയെ വിശ്വസിക്കുന്നില്ല എന്നുള്ളതല്ലേ ഇതിന് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നു. കാരണം കഴിഞ്ഞ 3 പ്രാവശ്യം മത്സരിക്കുന്നു, 3 പ്രാവശ്യം പരാജയപ്പെടുന്നു. വീണ്ടും ശോഭ ചേച്ചി തിരിച്ച് പാലക്കാടിൽ ഒരു പ്രാവശ്യം മത്സരിച്ച് പരാജയപ്പെട്ട് വീണ്ടും തിരിച്ച് പാലക്കാടിലേക്ക് വരുന്നു. അപ്പോ ശോഭ ചേച്ചിക്ക് പാലക്കാട് ഒരു MLA ആവാൻ ചേച്ചിക്ക് ഇപ്രാവശ്യം സാധിക്കും? എന്നെ സംബന്ധിച്ചിടത്തോളം അതൊരു പേഴ്സ്പെക്റ്റീവിന്റെ ക്വസ്റ്റ്യൻ ആണ്. ഒരു ഹാഫ് ഗ്ലാസ് വെള്ളം വെച്ചാല് ഹാഫ് എംപ്റ്റി എന്നും പറയാം, ഹാഫ് ഫുൾ എന്നും പറയാം, അല്ലെ? നിശാമിന്റെ അനാലിസിസ് തന്നെ 2 കാര്യങ്ങൾ പറഞ്ഞു. ഒന്ന് റിസൾട്ട് ശോഭ ചേച്ചിക്ക് അഗെയിൻസ്റ്റ് ആണ്. അതേസമയം പെർസെന്റേജ് വോട്ടിന്റെ പെർസെന്റേജ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ വർദ്ധിപ്പിക്കാനായിട്ട് പറ്റിയിട്ടുണ്ട്. ഹാഫ് എംപ്റ്റി എന്നും പറയാം, അല്ലെങ്കിൽ ഹാഫ് ഫുൾ എന്നും പറയാം. അപ്പൊ ആ ഒരു രീതിക്കാണ് ഞാൻ പേഴ്സണലി നോക്കി കാണുന്നത്. അപ്പോ നമുക്ക് അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ശരിക്കും 3 പേർക്കും കൃത്യമായിട്ടൊരു സാധ്യതയുണ്ട്. അവരുടെ പ്രവർത്തനം എങ്ങനെയാണ്, പ്രചരണം എങ്ങനെയാണ്, ആളുകളിലേക്ക് അവരുടെ രാഷ്ട്രീയം എങ്ങനെയാണ് പറഞ്ഞിറങ്ങുന്നത് എന്നുള്ളത് അനുസരിച്ചായിരിക്കും അവരുടെ വിജയ സാധ്യതയുള്ളത്. പക്ഷെ ഇപ്പൊ ഒരു ചെറിയൊരു നമ്മുടെ BJPയുടെ അധ്യക്ഷൻ, നമ്മുടെ പാലക്കാട് BJPയുടെ അധ്യക്ഷൻ പറയുന്നത് നമ്മുടെ പിഷാരടി ഏട്ടൻ വിജയിക്കുകയാണെന്നുണ്ടെങ്കിൽ മമ്മൂട്ടിയെ കൊണ്ടുവരും, അതുപോലെ പല സിനിമാ നടന്മാരെ കൊണ്ടുവരും എന്നുള്ളതാണ് വാഗ്ദാനങ്ങളായിട്ട് പറയുന്നത്. പക്ഷെ BJP കൃത്യമായിട്ട് 700 കോടിയുടെ വികസനം കൊണ്ടുവരാൻ, അല്ലെങ്കിൽ 700 കോടിയുടെ വികസനമാണ് അവർ പറഞ്ഞുകൊണ്ടാണ് അവർ പ്രചരണത്തിന് വരുന്നത് എന്നുള്ളൊരു ഒരു സ്റ്റേറ്റ്മെന്റ് നമ്മുടെ പാലക്കാട് ജില്ലാ അധ്യക്ഷൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് എനിക്ക് എന്തോ ഒരു ശരി എന്നുള്ളൊരു തോന്നിയിട്ടുണ്ട്. കാരണം വിജയിക്കുന്നത് പാലക്കാട്ടുകാർക്ക് ഗുണമുള്ള കാര്യങ്ങൾ വാഗ്ദാനം ചെയ്തുകൊണ്ടായിരിക്കണം വിജയിക്കേണ്ടത്. അപ്പൊ ആ സ്ഥലത്ത് സിനിമാ താരങ്ങളെ അല്ലെങ്കിൽ ഇതുപോലെ ഒരു ഫേമസ് ആയിട്ടുള്ള ആൾക്കാരെ കൊണ്ടുവരും എന്നുള്ളൊരു വാഗ്ദാനം എത്രത്തോളം ആളുകൾ മുഖവിലേക്ക് എടുക്കും? അത് നമ്മളുടെ ഓരോ ആൾക്കാരുടെയും ഇൻട്രസ്റ്റ് അനുസരിച്ചിരിക്കും, അല്ലെ? അത് പുള്ളി ഏത് സിനാരിയോയിലാണ് അങ്ങനെ പറഞ്ഞു പുള്ളി മമ്മൂട്ടിയെ കൊണ്ടുവരുന്നത്? ജയിച്ചാൽ മമ്മൂട്ടിയെ കൊണ്ടുവരും എന്നുള്ളത് ഒരു വാഗ്ദാനമായിട്ട് പറയാൻ ചാൻസ്. ഏത് സിനാരിയോയിലാണ് പുള്ളി അങ്ങനെ പറഞ്ഞതെന്നുള്ള ഞാൻ കണ്ടില്ല. ഈ മീംസും ഇതിലൊക്കെ കണ്ടിട്ടുണ്ട്. അതായത് അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ്, വിജയിക്കുകയാണെന്നുണ്ടെങ്കിൽ മമ്മൂട്ടി ഇങ്ങോട്ട് വരും എന്നുള്ളതാണ് പറഞ്ഞത്. പക്ഷെ അത് നമ്മളുടെ BJP അധ്യക്ഷൻ അദ്ദേഹത്തിന്റെ സ്റ്റേറ്റ്മെന്റ് ആണ് ഇങ്ങനെ, പിഷാരടി ഏട്ടൻ വിജയിക്കുകയാണെന്നുണ്ടെങ്കിൽ മമ്മൂട്ടിയെ കൊണ്ടുവരും, അങ്ങനെ ഇവരെ കൊണ്ടുവരും എന്നുള്ളതാണ് അവരുടെ ഒരു വാഗ്ദാനം എന്നുള്ള രീതിയിലാണ് അദ്ദേഹം പറയുന്നത്. അപ്പൊ ഈ പിഷാരടി ഏട്ടൻ ഇത് ഏത് കോണ്ടസ്റ്റിലാണ് ഇത് പറഞ്ഞത് എന്നുള്ളത് നമ്മൾ നോക്കേണ്ട കാര്യം. കഴിഞ്ഞ ദിവസം നമ്മളവിടെ മൈതാനത്ത് കളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു കളി കളിക്കുന്നതെന്ന് ചോദിച്ചപ്പം പുള്ളി പറഞ്ഞു ഞങ്ങളവിടെ ക്രിക്കറ്റ് കളിച്ചോണ്ടിരിക്കുകയായിരുന്നു. ബാറ്റും ബോളൊക്കെ പിടിച്ച് നിൽക്കുന്ന സമയത്ത് പുള്ളി ഒരു സ്കെച്ചേഴ്സിന്റെ ഷൂ ഒക്കെ ഇട്ട് ഒരു ജോഗിങ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ സമയത്ത് ഒരു കളി കളിക്കാൻ കൂടുന്നെന്ന് ചോദിച്ചപ്പോ വേണ്ട, ഞാൻ ചിലപ്പോ തോൽക്കും, അതൊരു നർമ്മം കലർന്ന ഒരു സ്ലാങ്ങിലൊക്കെ. അപ്പം അതെടുത്തിട്ട് നമുക്ക് വേറൊരു കോണ്ടെക്സ്റ്റിൽ വേറൊരു വീഡിയോ ഒക്കെ അല്ലേ? അപ്പൊ നമ്മള് പുള്ളി ഏത് കോണ്ടെക്സ്റ്റിൽ പറഞ്ഞു എന്നുള്ളത് എനിക്കറിയില്ല. പുള്ളി ഒരിക്കലും ഒരു സീരിയസ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷനിൽ അത് പറഞ്ഞിട്ടുണ്ടാവില്ല എന്നുള്ളതാണ് എന്റെ ഒരു ഗസ്സിംഗ് ആണ്. എന്റെ ഒരു ഗസ് അതാണ്. അതെ, ഇപ്പൊ നമ്മൾ ചിന്തിക്കുമ്പോ നമുക്ക് പിന്നെ വേറൊരു കേസ്, BJPയെ സംബന്ധിച്ചിടത്തോളം അവർ പുതിയൊരു പാർട്ടിയാണ്. വരാനിരിക്കുമ്പോൾ
ഇനി വരികയാണെങ്കിൽ എന്തൊക്കെ ചെയ്യുന്നുള്ളത് മുൻകൂട്ടി പറയേണ്ട ഒരു ബാധ്യത അവർക്കുണ്ട്, കടമ അവർക്കുണ്ട്. ഉണ്ട്. സെക്കൻഡ് കേസ്, UDF-നെ സംബന്ധിച്ചിടത്തോളം തുടങ്ങി വെച്ച പദ്ധതികൾ ഇഷ്ടം പോലെ ഉണ്ട്. അല്ലെ? അപ്പോ നമ്മുടെ മെഡിക്കൽ കോളേജ് ആയാലും ശരി, IIT-നെ വികസനമായാലും ശരി, പിന്നെ പാലക്കാട് ഒരു ഇൻഡസ്ട്രിയൽ ഹബ്ബാക്കി മാറ്റി, KSRTC ബസ് സ്റ്റാൻഡ് പോലെ പല സ്റ്റേഡിയം ബസ് സ്റ്റാൻഡിന്റെ പണി പകുതിയിൽ നിൽക്കുന്നുണ്ട്. മുനിസിപ്പൽ ബസ് സ്റ്റാൻഡ് ആൾമോസ്റ്റ് കംപ്ലീഷൻ ആയി. അപ്പൊ ഇങ്ങനെയുള്ള കുറെ വികസന പ്രവൃത്തികൾ പാലക്കാടിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. അപ്പൊ ഇതിന്റെ കണ്ടിന്യൂഷൻ ആണ് UDF-നെ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത്, അല്ലെ? അവര് ഇപ്പം വരാൻ പോകുന്ന ഗവൺമെന്റ് UDF ഗവൺമെന്റ് ആണെന്നാണ് ഒരു ജനറലി ഉള്ള ടോക്ക്. അപ്പൊ ആ സമയത്ത് പാലക്കാടിനെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഷാഫി പറമ്പിൽ ആയാലും രാഹുൽ മാങ്കൂട്ടത്തിലായാലും ഇവര് തുടങ്ങി വെച്ചൊരു വികസനം കണ്ടിന്യൂ ചെയ്യാന്നുള്ളൊരു ടാസ്ക് ആണ് അടുത്ത കാൻഡിഡേറ്റിനുള്ളത്. ബിഷപ്പിന്റെ വരവ് അത്ര ശരിയല്ലല്ലോ. അപ്പോൾ നമ്മുടെ ഇപ്രാവശ്യത്തെ ഇലക്ഷൻ, എല്ലാ പ്രാവശ്യത്തും ഇലക്ഷൻ എപ്പോഴും ഒരു എന്താ പറയുക, ഒരു ചർച്ചാ വിഷയമായിട്ടുള്ള ഇലക്ഷൻ തന്നെയാണ്. ഇപ്രാവശ്യം കുറച്ചും കൂടി കൗതുകമാണ്. കാരണം ഒരു രണ്ട് പാർട്ടിയിലെയും സ്ഥാനാർത്ഥികൾ എന്ന് പറഞ്ഞ ഒരു പുതുമുഖമാണ്. ആളുകളിൽ അറിയപ്പെടുന്ന ആളുകളാണെങ്കിലും രാഷ്ട്രീയത്തില് ജനങ്ങളില് ഒരു സ്വാധീനം ഇല്ലാത്ത രണ്ട് വ്യക്തികളാണ്. അതൊരു പ്രത്യേകതയാണ്. പിന്നെ മറുവശത്ത് ശോഭ ചേച്ചിയാണ്. ശോഭ ചേച്ചി ഒരിക്കലും നമുക്ക് നിസ്സാരവൽക്കരിച്ച് കാണാനായിട്ട് സാധിക്കില്ല. കാരണം ശോഭ ചേച്ചി 3 സ്ഥലങ്ങളിലും വോട്ട് പെർസെന്റേജ് നല്ല രീതിയിൽ വർദ്ധിപ്പിക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട്. മാത്രമല്ല സ്ത്രീകളെ ശോഭ ചേച്ചിക്ക് പിടിക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട്. ഇപ്പൊ ശോഭ ചേച്ചിയുടെ പ്രചരണങ്ങളിൽ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ കൂടുതലും സ്ത്രീകളാണ്. അപ്പൊ അതൊരു പ്ലസ് പോയിന്റ് ആണ്. ഇപ്പോ ഒരു വീട്ടിലെ ഒരു സ്ത്രീ ആയിരിക്കും എന്ത് ചെയ്യുന്നുണ്ടാവുക, വീട്ടിലെ പോലീസ് എന്ന് പറയുന്നത്. ഒരു അമ്മ എന്നുള്ള രീതിയിൽ അമ്മയ്ക്ക് ചിലപ്പോൾ പല ആളുകളെയും സ്വാധീനിക്കാനായിട്ട് ചില സമയങ്ങളിൽ സാധിക്കാറുണ്ട്. അപ്പൊ ശോഭ ചേച്ചി പറഞ്ഞാലും അല്ലേ, അതെ. പക്ഷെ എങ്കിൽ അവരെയും കൺട്രോൾ ചെയ്യുന്നത് ഒരു സ്ത്രീ ആയിരിക്കും. അപ്പോ ശോഭ ചേച്ചിയുടെ പ്രധാന ഒരു ബാക്ക് ബോൺ എന്ന് പറയുന്നത് പല വീടുകളിലും സ്ത്രീകളാണ്. മാത്രമല്ല ശോഭ ചേച്ചി പല ആളുകളിലും അറിയപ്പെടുന്ന ഒരു രാഷ്ട്രീയ പ്രവർത്തകയായിട്ട് അറിയപ്പെടുന്ന ഒരു വ്യക്തിയാണ്. അപ്പൊ അതൊക്കെ എന്താണ് ശോഭ ചേച്ചിക്ക് ഒരു പ്ലസ് പോയിന്റ് ആണ്. അപ്പോ ഇപ്രാവശ്യത്തെ മത്സരം ഒരു ത്രികോണ മത്സരം ആണ് എന്നുണ്ടെങ്കിലും നമുക്ക് ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ് നമുക്ക് ഒരിക്കലും ഗസ് ചെയ്യാനായിട്ട് സാധിക്കില്ല. ഇപ്പോ കഴിഞ്ഞ ഇലക്ഷനിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് കൃത്യമായിട്ട് പറയായിരുന്നു, ഒരിക്കലും സരിൻ എന്ന് പറയുന്ന വ്യക്തി വരാൻ എന്നുള്ളൊരു ഐഡിയ ഉണ്ടായിരുന്നു. പാർട്ടിന്ന് ചോദ്യം ആണ്. അതെ. അപ്പൊ ആ ഒരു സമയത്ത് നമുക്ക് കഴിഞ്ഞ ബൈ ഇലക്ഷനില് കോൺഗ്രസ് BJP ഇവര് തമ്മിലുള്ള മത്സരമാണ് നമുക്ക് കൃത്യമായിട്ട് ഒരു ക്ലാരിറ്റി ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്രാവശ്യത്തെ മത്സരം നമുക്ക് അങ്ങനെ ഒരു ക്ലാരിറ്റിയിലേക്ക് ഇതുവരെ എത്താനായിട്ട് സാധിച്ചിട്ടില്ല വിഷ്ണുട്ടാ. അപ്പോ ഇനി ജനങ്ങളോട് ചോദിക്കാം, ഇപ്രാവശ്യം നിങ്ങൾക്ക് ആര് ജയിക്കും എന്ന് തോന്നുന്നു? നിങ്ങൾക്ക് ആരെ ജയിക്കണം എന്നാണ് ആഗ്രഹം? പാലക്കാടിൽ ഇന്ന ആള് വന്നതിന് പറഞ്ഞാൽ ഗുണം ഉണ്ടാവും, വികസനം ഉണ്ടാവും എന്ന് ഏത് വ്യക്തി വന്നാലായിരിക്കും നിങ്ങളുടെ അഭിപ്രായം? അതെല്ലാവരും കമന്റ് ആയിട്ട് രേഖപ്പെടുത്താം. ഇത്